വെൽക്കം ബാക്ക് ടു മാത്സ് ട്യൂഷൻ. ഇന്ന് നമുക്ക് പീരിയോഡിക് ഫംഗ്ഷൻ ഒന്ന് നോക്കാം. കീമിനും ജിക്കും എല്ലാം മിക്ക എൻട്രൻസിനും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നമുക്ക് എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ നോക്കാം. നമുക്ക് മോഡ് സൈൻ എക്സ് വന്നാൽ എന്താണ്, അല്ലെങ്കിൽ സൈൻ റേസ് ടു 4 അല്ലെങ്കിൽ സൈൻ റേസ് ടു 7 ഓഡ് അങ്ങനെ വന്നാൽ എന്താണോ പീരീഡ്. പിന്നെ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു 3-4 ക്വസ്റ്റ്യനും നോക്കാം. നിങ്ങൾ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക. പീരീഡ് എ ഫംഗ്ഷൻ വിത്ത് പീരീഡ് ടി എന്നാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഫോർ എ വെരി എക്സ് എലമെൻ്റ് ആർ. എഫ് ഓഫ് എക്സ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരീഡ് ടി. ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. നമ്മൾ ജിയോമെട്രിക്കലി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ എഫ് എക്സിൻ്റെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. അപ്പോൾ ആ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ഓരോ ഇൻ്റർവെൽ കഴിയുമ്പോഴും റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റ്സ് അറ്റ് ഫിക്സഡ് ഇൻ്റർവെൽ. വിഡ്ത്ത് ഓഫ് ദി ഇൻ്റർവെലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ്. Width of the interval is called period. നമുക്ക് ഓരോ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെയും എന്താണ് പീരീഡ് എന്ന് നോക്കാം. നമുക്കറിയാം സൈൻ എക്സ് പീരീഡ് 2π, കോസ് എക്സ് പീരീഡ് 2π. അങ്ങനെ പീരീഡ് വരാൻ കാരണം നമുക്കറിയാം സൈൻ 0. ഞാൻ സൈൻ എക്സിന് മാത്രം ഗ്രാഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്. 0 π/2 π 3π/2 2π 4π 1 മൈനസ്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു കണ്ടോ? 2π 2π അങ്ങനെ വെച്ചിട്ട് അതാണ് നമ്മളൊരു വിഡ്ത്ത് ഓഫ് ദ ഇൻ്റർവെൽ. അതിന് പറയുന്ന പേരാണ്, ഗ്രാഫിൽ നമ്മൾ ജിയോമെട്രിക്കലി നോക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ആ വിഡ്ത്ത് ഓഫ് ദ ഇൻ്റർവെലിന് എന്ത് പറയും? പീരീഡ്. നമുക്കറിയാം സൈൻ എക്സിൻ്റെ പീരീഡ് എന്താ? 2π. നമുക്ക് ഏതിനൊക്കെയാണ് 2π, ഏതിനൊക്കെയാണ് പൈ വരുന്നത് എന്നൊന്ന് നോക്കാം. സൈൻ എക്സ്, cos x, cosec x, sec x. ഇതിൻ്റെ പീരീഡ് എന്താ? 2π. ഇനി 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന് മോഡുലസ് വന്നു കഴിഞ്ഞാൽ, ഇപ്പം മോഡ് സൈൻ എക്സ്, മോഡ് കോസ് എക്സ് അങ്ങനെയാണ് വരുന്നതെങ്കിൽ ഏതിൻ്റെ എന്തായിരിക്കും പീരീഡ്? പൈ. മോഡ് സൈൻ എക്സ്, മോഡ് കോസ് എക്സ്, മോഡ് ടാൻ എക്സ്, മോഡ് സീക്ക് എക്സ്, മോഡ് കൊസീക്ക് എക്സ്, മോഡ് കോട്ട് എക്സ്. ഇതിൻ്റെ എല്ലാം പീരീഡ് എന്താണ്? പൈ. ഇന്ന് നമുക്ക് സൈൻ്റെ പവർ കൂടുതലാണ്. സൈൻ റേസ് ടു 7 അല്ലെങ്കിൽ സൈൻ റേസ് ടു 4, സൈൻ ക്യൂബ് അങ്ങനെ വന്നാൽ നമുക്ക് എന്ത് വരുമെന്ന് നോക്കാം. സൈൻ റേസ് ടു n x, cos റേസ് ടു n x, sec റേസ് ടു n x, cosec റേസ് ടു n x. ഇവിടെ പീരീഡ് എന്ത് വരും? പൈ. ഇഫ് n ഈസ് ഈവൻ, സൈൻ റേസ് ടു 4, കോസ് റേസ് ടു 4, അതിൻ്റെ പീരീഡ് എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഉടനെ എന്തെഴുതാം? പൈ. ഇനി ഇതേ സ്ഥാനത്ത് ഓടാണ് വന്നിരുന്നതെങ്കിൽ if n is
ഓഡ്. ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പീരീഡ് എന്തായിരിക്കും? 2π. Sin raised to nx, cos raised to nx, sec raised to nx, cosec raised to nx. Period pi if n is even. Period of this 2π if n is odd or fraction. അങ്ങനെ വരുന്ന കേസിൽ പീരീഡ് എന്താണ്? 2π. ഇനി നമുക്ക് tan raised to n tan raised to nx cot raised to nx is equal to ഇതിൻ്റെ ഇതെന്തായിരിക്കും? പൈ. ഇഫ് n is odd or even. അവിടെ ഓഡ് വന്നാലും ഈവൻ വന്നാലും tan raised to 3 അല്ലെങ്കിൽ tan സ്ക്വയർ അല്ലെങ്കിൽ cot raised to 5 എന്ന് വന്നാലും അതിൻ്റെ പീരീഡ് എന്തായിരിക്കും? പൈ. അതാണ് ഓഡ് ഓർ ഈവൻ. ഇനി നമുക്ക് രണ്ട് ഫംഗ്ഷൻ്റെ സമ്മായിട്ടൊക്കെ വരുന്ന കേസിൽ എന്ത് വരുമെന്ന് നോക്കാം. പിന്നെ അതേപോലെ ഒരു പർട്ടിക്കുലർ കേസാണ് ഇത്. എക്സ് മൈനസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ എക്സ് 1 മാർക്കിന് ചോദിച്ച് ഇതിൻ്റെ പീരീഡ് 1 ആണ്. f of x plus t is equal to f of x. Period of f of x is t. Then f some constant into f of cx plus d. ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് t by absolute value of c. f of x plus t is equal to f of x. Then k into f of cx plus d. ഈ ഫംഗ്ഷൻ്റെ പീരീഡ് എന്തായിരിക്കും? t by mod c. If this is equal to this, then period of this k into f of x plus d period of some constant into f of cx plus d എന്തായിരിക്കും? t by നമ്മൾ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അതിൻ്റെ അബ്സൊല്യൂട്ട് വാല്യൂ. നമുക്ക് ഇതിന് ഒരു ന്യൂമറിക്കലി 3-4 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം, ഒരു റിസൾട്ടും കൂടെ എഴുതിയിട്ട്. If t1 and t2 are periods of f of x, f1x and f2x, then period of f1 plus f1x plus f2x എന്ത് വരും നോക്കാം. is equal to LCM of t1 and t2. നമുക്ക് ഇതിനൊരു ക്വസ്റ്റ്യൻ നോക്കാം, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നോക്കാം. t1 and t2 f1xൻ്റെ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ പീരീഡാണ് t1, f2x ഫംഗ്ഷൻ്റെ പീരീഡാണ് t2 എങ്കിൽ f1x പ്ലസ് f2x ഇതിൻ്റെ എന്തായിരിക്കും? LCM ഓഫ് t1 ആൻഡ് t2. നമുക്ക് ഇതിൻ്റെ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ f1x f2xും ഈവൻ ഫംഗ്ഷനാണെങ്കിൽ, ഈവൻ ഫംഗ്ഷനും അതുപോലെ തന്നെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും ആണെങ്കിൽ ഹാഫ് ഇൻറ്റു LCM. അത് നമുക്ക് ഈ പ്രോബ്ലം നോക്കിയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. One question. f of x is equal to cos 2 pi x by 5 plus sin pi x by 4. Find the period of f of x. നമുക്കറിയാം cos 2 pi x period of cos 2 pi x by 5. കോസിൻ്റെ ഞാൻ ആദ്യം പറഞ്ഞു പീരീഡ് എന്താണ്? 2π ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 2π by 5. വി ഗെറ്റ് 5. 2π into 5 by 2π. Period of sin pi x by 4. 2π by pi by 4.
2π ഇൻറ്റു 4/π, ദാറ്റ് ഈസ് 8. നമ്മൾ പറഞ്ഞ റിസൾട്ട് വെച്ച് നമുക്ക് എങ്ങനെ കാണാം? LCM of f of x is equal to period of f of x is equal to LCM of 5 and 8. Period of f of x, that is equal to LCM of 5 and 8. കോമൺ ഫാക്ടർ ഒന്നുമില്ല. LCM എന്തായിരിക്കും? പ്രോഡക്റ്റ് 40. ഇതൊരു എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. f1x and f2x are complementary and even function. കോംപ്ലിമെൻ്ററി അറിയാമല്ലോ. ഇപ്പോൾ sin 90 മൈനസ് എക്സ് എന്താ? cos x അല്ലേ? കോംപ്ലിമെൻ്ററി ഫങ്ഷൻസ് ആണ്. അങ്ങനെ കോംപ്ലിമെൻ്ററി ആയിരിക്കണം, ഈവനും ആയിരിക്കണം. കോംപ്ലിമെൻ്ററി ആൻഡ് ഈവൻ. then period of f of x, f1x plus f2x, ഈ ഫംഗ്ഷൻ്റെ പീരീഡ് എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു LCM ഓഫ്, മറ്റേതിൽ നമുക്ക് ഹാഫ് വേണ്ട, ഇതിൽ ഹാഫ് വേണം. T1 ആൻഡ് T2. നമുക്ക് ഇതിന് ഒരു ന്യൂമറിക്കൽ എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദ പീരീഡ് ഓഫ് f of x is equal to sin raised to 4x plus cos raised to 4x. Sin raised to 4x plus cos raised to 4x. Okay. f1x sin 90 minus x എന്താ? cos x അല്ലേ? ഇവിടെ sin raised to 4 മുമ്പേ ഞാൻ പറഞ്ഞു, sin raised to nx, n ഈവൻ ആണെങ്കിൽ എന്തായിരിക്കും? ഇത് പൈ. Period of f sin raised to 4x is equal to pi. Period of cos raised to 4x is equal to pi. പക്ഷെ ഇവിടെ കോംപ്ലിമെൻ്ററി ആണ്, ഈവനുമാണ് അല്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ പീരീഡ് ഓഫ് f of x എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു LCM ഓഫ് പൈ കോമ പൈ. പൈ LCM എന്താ? പൈ. ഹാഫ് ഇൻറ്റു പൈ 2. ഇങ്ങനെ ചെയ്യാം. നമുക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. f of x is equal to mod sin 2x plus mod cos 8x. ഇവിടെ കോംപ്ലിമെൻ്ററി ഫങ്ഷൻ അല്ല, കാരണം ഇവിടെ 2x ഇവിടെ 8x ആണ് അല്ലേ? നമുക്കിവിടെ ഹാഫ് വേണ്ട. പീരീഡ് ഓഫ് mod sin 2x, മോഡ് ഏതാണെങ്കിൽ മോഡ് സൈൻ കോസ് ഏതായിരുന്നാലും മോഡ് sin 2x പീരീഡ് എന്താ? പൈ. പിന്നെ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? 2, π/2. പീരീഡ് ഓഫ് മോഡ് കോസ് 8x, മോഡുലസ് ആകുമ്പോൾ പൈ. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 8, π/8. ഇനി നമുക്ക് എന്ത് കണ്ടാൽ മതി? LCM. Period of f of x, LCM of π/2, π/8. നമുക്കൊരു ഫ്രാക്ഷൻ വരുമ്പോൾ LCM എങ്ങനെയാണ് കാണുന്നത്? LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ. LCM ഓഫ് ന്യൂമറേറ്റർ പൈ, HCF ഓഫ് 2 and 8 2.
ആൻസർ ഈസ് 5/2. ഇത് പീരീഡ് എന്താണെന്ന് കുറച്ചെങ്കിലും മനസ്സിലായി കാണും. നമുക്ക് ലാസ്റ്റ് എക്സാം ഏപ്രിലൊക്കെ ആകുമ്പോൾ നമുക്ക് എക്സാം അടുപ്പിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പോഴും നോക്കി ചെയ്യാം. ഞാൻ പീരിയോഡിക് ഫങ്ഷൻ എന്താണെന്ന് ഒരു കുട്ടീനോട് ഡൗട്ട് ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ച് പല കുട്ടികൾക്കും ഡൗട്ട് കാണുമല്ലോ, അതുകൊണ്ടാണ് ഞാനിതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ. ഓക്കെ, താങ്ക് യു.